അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി വഹ്ദ വസ്സലാത്തു വസ്സലാമു അലാ മൻ ലാ നബിയ്യ ബഅദ. ഏറെ ബഹുമാനമുള്ള സത്യവിശ്വാസികളെ, സഹോദരങ്ങളെ, അള്ളാഹുവിന്റെ വിധിവിലക്കുകൾ സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കണേ എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ പ്രീതി കാംക്ഷിച്ചുകൊണ്ട് കൂടുതലായി ആരാധനയിൽ മുഴുകുക എന്ന ലക്ഷ്യത്തോടെ മറ്റു ഭൗതിക താല്പര്യങ്ങളൊന്നുമില്ലാതെ അള്ളാഹുവിന്റെ ഭവനത്തിൽ ഭജനമിരിക്കുന്നതിനെയാണ് ഇഅ്തികാഫ് എന്ന് വിളിക്കുന്നത്. ഓരോ ആരാധനക്കും അറ്റമില്ലാത്ത പ്രതിഫലങ്ങൾ നൽകപ്പെടുന്ന പുണ്യങ്ങളുടെ പൂക്കാലമായ റമദാൻ മാസത്തിന്റെ ദിനരാത്രങ്ങളിൽ ഭൗതികപരമായ സകല ചുറ്റുപാടുകളിൽ നിന്നും ഒഴിഞ്ഞു നിൽക്കുവാനും ആരാധനകളിലായി കൂടുതൽ സമയം ചിലവഴിക്കുവാനും ഇഅ്തികാഫ് എന്ന ആരാധനാ രീതി അത് ഒരു വിശ്വാസിക്ക് ഏറെ ഉപകാരപ്രദമാകും, പ്രത്യേകിച്ചും റമദാനിന്റെ അവസാന 10 ദിനങ്ങളിൽ. എന്നാൽ ഇഅ്തികാഫ് എന്നത് റമദാനിൽ മാത്രം നിശ്ചയിക്കപ്പെട്ട ആരാധനാ രീതിയല്ല, മറിച്ച് റമദാനിലും അല്ലാതെയും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഇഅ്തികാഫ് ഇരുന്നതായി ഹദീസുകളിൽ നമുക്ക് കാണുവാൻ സാധിക്കും. എന്നാൽ റമദാനിൽ ഇതിന് കൂടുതൽ ശ്രദ്ധ പുലർത്തിയിരുന്നുവെന്നും നമുക്ക് മനസ്സിലാക്കാം. ഇഅ്തികാഫ് ഇരിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടതായ നിർദ്ദേശങ്ങളും മര്യാദകളും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചു തന്നിട്ടുമുണ്ട്. അതേപോലെ തന്നെ ആ സന്ദർഭങ്ങളിൽ ചെയ്യാൻ പാടില്ലാത്ത ചില കാര്യങ്ങളുമുണ്ട്. അത്തരത്തിലുള്ള വിഷയങ്ങളൊക്കെയാണ് ഇന്നത്തെ ക്ലാസ്സിൽ നാം ചർച്ച ചെയ്യുന്നത്. അത്തരത്തിലുള്ള 12ഓളം കാര്യങ്ങളാണ് ഈ വിഷയകമായി നാം ശ്രദ്ധയിൽ വെക്കേണ്ടത്. കാര്യങ്ങൾ കൃത്യമായി പഠിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകുമാറാകട്ടെ. ഒന്നാമത്തെ കാര്യം മഅ്നൽ ഇഅ്തികാഫ് അഥവാ ഇഅ്തികാഫിന്റെ അർത്ഥം, അതുകൊണ്ട് ഉദ്ദേശിക്കപ്പെടുന്നത് എന്താണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. അൽ ഇഅ്തികാഫ് എന്ന് പറയുമ്പോൾ അതിന്റെ ഭാഷാപരമായുള്ള അർത്ഥം, അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ് എന്ന കാര്യം ആദ്യം നാം അറിഞ്ഞിരിക്കണം. അൽ ഇഅ്തികാഫ് എന്ന് ഭാഷാപരമായി പറയുകയാണെങ്കിൽ അൽ ലുബ്സ്, അൽ ഹബ്സ്, അൽ മുലാസമ, താമസിക്കുക, അതല്ലെങ്കിൽ സ്വന്തത്തെ പിടിച്ചു വെക്കുക, അതുമല്ലെങ്കിൽ ഒരു കാര്യത്തിൽ തുടർച്ചയായി അതേ രീതിയിൽ ആയിക്കൊണ്ടേയിരിക്കുക എന്നൊക്കെയുള്ള ഒരു അർത്ഥമാണ് അതിന് നൽകപ്പെടാറുള്ളത്. എന്നാൽ സാങ്കേതികപരമായി അഥവാ മതപരമായി അതിന്റെ അർത്ഥം നോക്കുകയാണെങ്കിൽ അൽ-ലുബ്സു ഫിൽ മസ്ജിദ് മിൻ ശഖ്സിൻ മഖ്സൂസത്തിൻ ബിനിയ്യത്തിൻ മഖ്സൂസത്തിൻ, ഒരു പ്രത്യേക നിയ്യത്ത് വെച്ചുകൊണ്ട് ഒരു പ്രത്യേക ആവശ്യത്തിനായി ഏതെങ്കിലും വ്യക്തികൾ പള്ളിയിൽ തുടർച്ചയായി തങ്ങുകയും താമസിക്കുകയും ചെയ്യുക, ഇതിനെയാണ് ഇഅ്തികാഫ് എന്ന് വിളിക്കുന്നത്. ഇനി രണ്ടാമത്തെ കാര്യം എന്താണെന്നാൽ വഖ്തുൽ ഇഅ്തികാഫ്, എന്നാണ് എപ്പോഴൊക്കെയാണ് ഇഅ്തികാഫ് ഇരിക്കാൻ കഴിയുക. പണ്ഡിതന്മാർ പറയുന്നു യസിഹുൽ ഇഅ്തികാഫ് ഫി അയ്യി വഖ്തിൻ മിനൽ ലൈലി വന്നഹാർ, രാവോ പകലോ എപ്പോഴുമാകട്ടെ എപ്പോഴും ഇഅ്തികാഫ് ഇരുന്നാൽ അത് ശരിയാകുന്നതാണ്. വഫി അയ്യി യൗമിൻ മിനൽ ആം, ഒരു വർഷത്തിൽ ഏത് ദിവസമാണെങ്കിലും ഇഅ്തികാഫിന് വേണ്ടി തിരഞ്ഞെടുക്കാം. അത് വലൗ യൗമൈ അൽ ഈദൈൻ, പെരുന്നാൾ ദിവസങ്ങളാണെങ്കിൽ പോലും ഇഅ്തികാഫിന് വേണ്ടി തിരഞ്ഞെടുക്കൽ അനുവദനീയമാണ്. അന്നും ഇഅ്തികാഫ് ഇരുന്നാൽ ശരിയാകും. വലൈസ ഹുനാക വഖ്തുൻ വലാ യൗമുൻ യംനഉ ഫീഹി ഇഅ്തികാഫ്, അഥവാ ഇഅ്തികാഫ് ഇരിക്കാൻ പാടില്ല എന്ന് പറയുന്ന ഒരു ദിവസമോ ഒരു സമയമോ ഒന്നും തന്നെ പ്രമാണങ്ങളിൽ എവിടെയും കാണുവാൻ സാധിക്കുകയില്ല. അതുകൊണ്ട് എപ്പോ വേണമെങ്കിലും എന്ന് വേണമെങ്കിലും എത്ര വേണമെങ്കിലും ഇഅ്തികാഫ് ഇരിക്കാവുന്നതാണ്. വമൻ നവൽ ഇഅ്തികാഫ് ഫിൽ അശ്റിൽ അവാഖിർ മിൻ റമളാൻ, ഇനി ആരെങ്കിലും റമളാനിന്റെ അവസാന 10 രാവുകളിൽ ഇഅ്തികാഫ് ഇരിക്കണം എന്ന് നിയ്യത്താക്കുകയാണെങ്കിൽ അവൻ ചെയ്യേണ്ട കാര്യം, അവൻ ശ്രദ്ധിക്കേണ്ട കാര്യം ഫഅലൈഹി അൻ യദ്ഖുല മുഅ്തഖഫഹു ഖബ്ല ഖുറൂബി ശംസി യൗമിൽ 20, അങ്ങനെ ഉദ്ദേശിക്കുന്ന വ്യക്തി ചെയ്യേണ്ടത് റമദാനിന്റെ 20-ാം രാവിൽ ഖുറൂബു ശംസിന് മുമ്പായിക്കൊണ്ട്, മഗ്രിബ് ആകുന്നതിന്റെ മുമ്പ്, സൂര്യൻ അസ്തമിക്കുന്നതിന്റെ മുമ്പായിക്കൊണ്ട് അവൻ ആ പള്ളിയിൽ പ്രവേശിക്കേണ്ടതുണ്ട്. അങ്ങനെ പ്രവേശിക്കുന്ന വ്യക്തി പിന്നെ ആ പള്ളിയിൽ നിന്ന് ഇറങ്ങി പോരേണ്ടത് വയഖ്റുജ് ബഅദ ഖുറൂബി ശംസി ആഖിരി യൗമിൻ മിൻ റമളാൻ, റമളാനിന്റെ അവസാന ദിവസത്തിൽ നോമ്പ് തുറന്ന് മഗ്രിബ് നമസ്കാരമൊക്കെ കഴിഞ്ഞ് പെരുന്നാൾ മാസം കണ്ടതിന് ശേഷമാണ് അവിടുന്ന് പോരേണ്ടത്. അതല്ലാത്ത പക്ഷം പിറ്റേ ദിവസം കൂടി നിന്ന് 30 പൂർത്തിയാക്കിയിട്ടാണ് പോരേണ്ടത്. ഇതാണ് ആ രീതിയിൽ നിയ്യത്ത് വെക്കുന്ന വ്യക്തികൾ ചെയ്യേണ്ടത്. റമദാനിലെ അവസാന 10 ദിവസം ഇഅ്തികാഫ് ഇരിക്കണം എന്ന് നിയ്യത്ത് വെക്കുന്ന ആള് ചെയ്യേണ്ട കാര്യമാണ്. അതല്ലാത്ത രീതിയിലും ഇഅ്തികാഫ് ഇരിക്കാം. ഒരു ദിവസം മൊത്തം ഇഅ്തികാഫ് ഇരിക്കാൻ ഉദ്ദേശിക്കുന്നു, അങ്ങനെയാണെങ്കിൽ അയാൾക്ക് ആ രീതിയിൽ നിയ്യത്തിനനുസരിച്ച് പ്രവേശിക്കാവുന്നതാണ്. 1 മണിക്കൂർ ഇഅ്തികാഫ് ഇരിക്കാൻ ഉദ്ദേശിക്കുന്നു, ആ രീതിയിലും
നിയ്യത്ത് വെച്ചുകൊണ്ട് അയാൾക്ക് ഇഅ്തികാഫ് ഇരിക്കാവുന്നതാണ്. അല്ലെങ്കിൽ മഗ്രിബ് മുതൽ ഇശാ വരെ ഞാൻ ഇഅ്തികാഫ് ഇരിക്കാൻ ഉദ്ദേശിക്കുന്നു എന്ന നിയ്യത്തോടു കൂടി പ്രവേശിക്കാം. അങ്ങനെയും അയാൾക്ക് ചെയ്യാം. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ഇഅ്തികാഫിന് പ്രത്യേക സമയമോ കാലപരിധിയോ ഒന്നും തന്നെ പ്രമാണങ്ങളിൽ നിശ്ചിതമായി കൊണ്ട് കാണുവാൻ സാധിക്കുകയില്ല. അങ്ങനെയേ ഇഅ്തികാഫ് ഇരിക്കാൻ പാടുള്ളൂ, അല്ലെങ്കിൽ ഇന്ന സമയത്ത് മാത്രമേ ഇഅ്തികാഫ് ഇരിക്കാൻ പാടുള്ളൂ എന്ന് അങ്ങനെ ഒരു നിശ്ചയിക്കുന്ന രീതി നമുക്ക് കാണുവാൻ സാധിക്കുകയില്ല. അത് സ്വതന്ത്രമായി കൊണ്ട് ചെയ്യാവുന്നതാണ് എന്നാണ്. അല്ലാഹു തആല അഅലം. മൂന്നാമത്തെ കാര്യം ഹുക്മുൽ ഇഅ്തികാഫ്. എന്താണ് ഈ ഇഅ്തികാഫിന്റെ വിധി? ഇഅ്തികാഫിനെ സംബന്ധിച്ച് പണ്ഡിതന്മാർ പറഞ്ഞത് അത് ഇബാദത്തുൻ സുന്നത്തുൻ, സുന്നത്തായ ഐച്ഛികമായ കർമ്മമായി കൊണ്ടാണ് പരിചയപ്പെടുത്തപ്പെടുന്നത്. ഇബ്നുൽ മുൻദിർ റഹ്മഹുല്ലാ അദ്ദേഹത്തിന്റെ അൽ ഇജ്മാ എന്ന് പറയുന്ന കിതാബിൽ പറയുന്നുണ്ട്, അജ്മഉ അലാ അന്ന ഇഅ്തികാഫ് ലാ യജിബു അലൻ നാസി ഫർളൻ. ഇഅ്തികാഫ് എന്ന ആരാധനാ കർമ്മം ഫർളല്ല എന്ന വിഷയത്തിൽ പണ്ഡിതന്മാർ ഏകാഭിപ്രായത്തിലായിട്ടുണ്ട്. ഇനി ഒരു മനുഷ്യൻ അത് തീരുമാനിക്കുകയാണെങ്കിൽ, നിയത്ത് വെക്കുകയാണെങ്കിൽ, ഇല്ലാ അൻ യുജിബഹുൽ മർഉ അലാ നഫ്സിഹി ഫയജിബു അലൈഹി, ഒരാൾ തീരുമാനിക്കുകയാണ് ഞാൻ ഇഅ്തികാഫ് ഇരിക്കണം എന്നയാൾ നേർച്ച ചെയ്യുകയാണെങ്കിൽ പിന്നീട് അത് ഫർളായിക്കൊണ്ട് അയാളുടെ മേൽ ഉണ്ടായിരിക്കും. പിന്നെ അയാൾ അത് നിർവഹിക്കൽ നിർബന്ധമായി മാറും എന്നാണ്. അതല്ലാത്ത പക്ഷം അത് ഐച്ഛിക കർമ്മമാണ്, സുന്നത്തായിക്കൊണ്ടാണ് മനസ്സിലാക്കേണ്ടത്. ഇനി അതേപോലെ തന്നെ ഒരു മനുഷ്യൻ ഇതിനു വേണ്ടി ഇഅ്തികാഫിന് വേണ്ടി നിയ്യത്ത് വെച്ചു, പള്ളിയിൽ പ്രവേശിച്ചു. റമദാനിലെ അവസാന 10 ദിവസം ഇഅ്തികാഫ് ഇരിക്കണം എന്ന് വിചാരിച്ച് നിയ്യത്ത് വെച്ച് അങ്ങനെ അയാൾ പള്ളിയിൽ പ്രവേശിച്ചു. പ്രത്യേകിച്ച് കാരണമൊന്നുമില്ലാതെ അവിടെ നിന്ന് ഇറങ്ങിപ്പോന്നാൽ അത് അയാളുടെ മേൽ വെറുക്കപ്പെട്ട കാര്യമാണ്, കറാഹത്താണ് എന്നും കാണുവാൻ സാധിക്കും. അപ്പോൾ അകാരണമായിക്കൊണ്ട് ആ ഇഅ്തികാഫ് വഴിയിൽ വെച്ച് ഉപേക്ഷിച്ച് പോരുകയാണെങ്കിൽ അത് അയാളുടെ മേൽ വെറുക്കപ്പെട്ട കാര്യമാണ് എന്നാണ്. അങ്ങനെ വഴിയിൽ വെച്ച് ഉപേക്ഷിച്ചു എന്ന കാരണത്താൽ അയാളുടെ മേൽ കുറ്റമുണ്ടായിരിക്കുകയില്ല. എന്നാൽ അയാളെ സംബന്ധിച്ചിടത്തോളം പിന്നീട് സൗകര്യം കിട്ടുമ്പോൾ അത് വീട്ടുകയാണെങ്കിൽ അത് സുന്നത്താണ്, അത് അയാൾക്ക് നല്ല കാര്യമാണ് എന്നും കാണുവാൻ സാധിക്കും. നാലാമത്തെ കാര്യം, ലാ യുശ്തറതു ലിസിഹ്ഹത്തിൽ ഇഅ്തികാഫ് അസ്സൗം, അഥവാ ഇഅ്തികാഫ് ഇരിക്കണമെങ്കിൽ നോമ്പുണ്ടായിരിക്കണം എന്നൊരു നിബന്ധന എവിടെയും ഇല്ല. لأن النبي صلى الله عليه وسلم يعتكف العشر الأول من شوال, കാരണം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഷവ്വാലിലെ ആദ്യ 10 ദിവസങ്ങളിൽ ഇഅ്തികാഫ് ഇരുന്നതായി കാണുവാൻ സാധിക്കും. അപ്പോൾ ഷവ്വാൽ മാസത്തിലാണ് പെരുന്നാൾ ഉള്ളത്. ആ പെരുന്നാളിൽ പ്രവാചകൻ ഇഅ്തികാഫ് ഇരുന്നതായി കാണാം. പെരുന്നാളിൽ നോമ്പ് നോൽക്കാൻ പാടില്ല എന്നതിനാൽ തന്നെ നോമ്പില്ലാത്ത സന്ദർഭത്തിലും പ്രവാചകൻ ഇഅ്തികാഫ് ഇരുന്നിട്ടുണ്ട്. അതിന് നമുക്ക് മനസ്സിലാക്കാം ഇഅ്തികാഫിന് നോമ്പ് എന്ന നിബന്ധനയില്ല എന്ന കാര്യം. റമദാനിലാകുമ്പോൾ സ്വാഭാവികമായി നോമ്പുണ്ടായിരിക്കണം. അകാരണമായിക്കൊണ്ട് റമദാനിലെ നോമ്പ് ഒഴിവാക്കുക എന്നതൊരു വിശ്വാസിക്ക് യോജിച്ച കാര്യമല്ല. അതല്ലാത്ത വേളകളിൽ ഇഅ്തികാഫ് ഇരിക്കുമ്പോൾ നോമ്പെടുക്കണം എന്ന നിബന്ധന ഇല്ല എന്നാണ്. ഇനി റമദാനിൽ തന്നെ ഒരാൾ എന്തെങ്കിലും രോഗബാധിതനാവുകയോ പ്രയാസങ്ങൾ നേരിടുകയോ ചെയ്താൽ ഇഅ്തികാഫിലായിരിക്കുകയാണെങ്കിൽ ആ ഇഅ്തികാഫ് അയാൾക്ക് നോമ്പില്ല എന്ന കാരണത്താൽ മുറിഞ്ഞു പോവുകയില്ല എന്നും ചേർത്ത് നമുക്ക് മനസ്സിലാക്കാം. അഞ്ചാമത്തെ കാര്യം, വലാ യസിഹുൽ ഇഅ്തികാഫ് ഇല്ലാ ഫിൽ മസാജിദ് അർറജുലു വൽ മർഅ സവാഉൻ, ആണാണെങ്കിലും പെണ്ണാണെങ്കിലും പള്ളികളിലല്ലാതെ ഇഅ്തികാഫ് ഇരിക്കുവാൻ സാധ്യമല്ല. ഇഅ്തികാഫ് ഇരിക്കുകയാണെങ്കിൽ പള്ളിയിലേ പറ്റൂ. സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം വീട്ടിലിരിക്കാം എന്നൊരു രീതി പഠിപ്പിക്കപ്പെട്ടിട്ടില്ല. സൂറത്തുൽ ബഖറയിൽ ഇഅ്തികാഫുമായി ബന്ധപ്പെട്ടുകൊണ്ട് 187-ാമത്തെ വചനത്തിൽ അല്ലാഹു പറയുന്നു, വലാ തുബാശിറൂഹുന്ന വഅൻതും ആകിഫൂന ഫിൽ മസാജിദ്, നിങ്ങൾ പള്ളിയിൽ ഭജനമിരിക്കുന്ന വേളയിൽ, ഇഅ്തികാഫ് ഇരിക്കുന്ന വേളയിൽ നിങ്ങൾ സ്ത്രീകളോട് സമ്പർക്കം പുലർത്താൻ പാടില്ല എന്ന് പറഞ്ഞതായി കാണുവാൻ സാധിക്കും. ആ വചനത്തെ വിശദീകരിച്ചുകൊണ്ട് പണ്ഡിതന്മാർ പറയുന്നു, ഫഅലിമ അന്നൽ മുറാദ് അന്നൽ ഇഅ്തികാഫ് ലാ യകൂനു ഇല്ലാ ഫീഹി, അതിലൂടെ നമുക്ക് മനസ്സിലാക്കാം പള്ളികളിലല്ലാതെ ഇഅ്തികാഫ് ഇരിക്കുക എന്ന രീതി ഇസ്ലാമിലില്ല എന്ന കാര്യം. പ്രവാചക പത്നിമാരെ സംബന്ധിച്ചിടത്തോളം അവരും ഇഅ്തികാഫ് ഇരുന്നിരുന്നു. അവർ പള്ളികളിലായിരുന്നു ഇഅ്തികാഫ് ഇരുന്നിരുന്നത്. എങ്ങാനും സ്ത്രീകൾക്ക് വീട്ടിൽ ഇഅ്തികാഫ് ഇരിക്കാമായിരുന്നു എന്നാണെങ്കിൽ ഒരിക്കലും തന്നെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പത്നിമാർ വീടാണ് അവർക്ക് ഉത്തമം എന്നിരിക്കെ പള്ളികളിൽ തന്നെ അവർ ഇഅ്തികാഫ് ഇരിക്കാൻ തയ്യാറാകുമായിരുന്നില്ല. അവർ വീട്ടിൽ വന്ന് ഇഅ്തികാഫ് ഇരിക്കുമായിരുന്നു. അപ്പോൾ അങ്ങനെ ഒരു സംഭവം സ്ത്രീകൾക്കോ പുരുഷന്മാർക്കോ വീട്ടിൽ ഇഅ്തികാഫ് ഇരിക്കാം എന്നൊരു രീതി ഇല്ല എന്ന് അതിലൂടെ മനസ്സിലാക്കാം. അതേപോലെ തന്നെ അതിന്റെ കൂടെ നാം മനസ്സിലാക്കേണ്ട കാര്യമാണ്, ഏറ്റവും ശ്രേഷ്ഠമാക്കപ്പെട്ട മസ്ജിദുകൾ, പള്ളികൾ
ഇഅ്തികാഫിരിക്കുന്ന വിഷയമാകട്ടെ അല്ലാത്ത കാര്യങ്ങളിലാകട്ടെ അത് 3 പള്ളികളാണ്. ഒന്നാമത്തേത് അൽ മസ്ജിദുൽ ഹറാം, രണ്ടാമത്തേത് അൽ മസ്ജിദുൻ നബവി, മൂന്നാമത്തേത് അൽ മസ്ജിദുൽ അഖ്സ. ഈ 3 പള്ളികളിൽ ഇഅ്തികാഫിരിക്കുന്നത് ശ്രേഷ്ഠമാക്കപ്പെട്ട കാര്യമാണ്. അങ്ങോട്ടേക്ക് യാത്ര ചെയ്യുന്നതും അനുവദനീയമാണ്. അതിനുവേണ്ടി അങ്ങോട്ട് പോവുക എന്നതും സുന്നത്താക്കപ്പെട്ട കാര്യമാണ്. എന്നിരിക്കെ തന്നെ എല്ലാ പള്ളികളിലും ഇഅ്തികാഫിരിക്കലും അനുവദനീയമാണ്, അത് ശ്രേഷ്ഠമാണ്. അങ്ങനെ ഇഅ്തികാഫിരുന്നാൽ ആ ഇഅ്തികാഫ് സ്വീകാര്യയോഗ്യവുമാണ്. ആറാമത്തെ കാര്യം ലാ യജൂസു ലിൽ മുഅ്തകിഫി അൻ യഖ്റുജ മിൻ മുഅ്തകഫഹു ലിഗൈരി ഉദ്രിൻ. അഥവാ ഇഅ്തികാഫ് ഇരിക്കുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ഒരു കാരണവുമില്ലാതെ വെറുതെ പള്ളിയിൽ നിന്ന് ഇറങ്ങിപ്പോവുക എന്നത് ശരിയായ കാര്യമല്ല. അങ്ങനെ അയാൾക്ക് ചെയ്യൽ അനുവദനീയമല്ല. ആയിഷ റളിയല്ലാഹു തആല അൻഹ ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം, ഇൻ കാന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ലയുദ്ഖിലു അലയ്യ റഅസഹു വഹുവ ഫിൽ മസ്ജിദ് ഫഉറജ്ജിലുഹു ലഹു വകാന ലാ യദ്ഖുലുൽ ബൈത്ത് ഇല്ലാ ലിഹാജത്തിൽ ഇൻസാൻ ഇദാ കാന മുഅ്തകിഫൻ. അഥവാ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇഅ്തികാഫ് ഇരിക്കുന്ന വേളയിൽ പ്രവാചകന്റെ തലമുടി ചെയ്യുവാൻ വേണ്ടി റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആയിഷ റളിയല്ലാഹു തആല അൻഹയുടെ അരികിലേക്ക് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തല മാത്രം അങ്ങോട്ട് പ്രവേശിപ്പിക്കാറുണ്ടായിരുന്നു. അതല്ലാതെ അത്യാവശ്യ ഘട്ടങ്ങളിലല്ലാതെ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പള്ളിയിൽ നിന്ന് പുറപ്പെടുമായിരുന്നില്ല, പുറത്തേക്ക് ഇറങ്ങാറുണ്ടായിരുന്നില്ല എന്നവർ പറയുന്നതായി കാണുവാൻ സാധിക്കും. അപ്പോൾ ആ രീതിയിൽ ഫഇൻ ഖറജ മിൻ ഗൈരി ഉദ്രിൻ ബതല ഇഅ്തികാഫുഹു, അങ്ങനെ പ്രത്യേകിച്ച് കാരണമൊന്നുമില്ലാതെ പള്ളിയിൽ നിന്ന് പുറത്തിറങ്ങുകയാണെങ്കിൽ ആ ഇഅ്തികാഫ് ബാത്തിലായി പോകുന്നതാണ്, നിരർത്ഥകമായി പോകുന്നതാണ്. കാരണം ഇഅ്തികാഫിന്റെ ഏറ്റവും സുപ്രധാനമായ വശമാണ് പള്ളിയിൽ ഭജനമിരിക്കുക, അവിടെ ആരാധനയ്ക്ക് വേണ്ടി സമയം ചിലവഴിക്കുക എന്നത്. ആ ഒരു കാര്യം ഇങ്ങനെ പ്രത്യേകിച്ച് കാരണമൊന്നുമില്ലാതെ പള്ളിയിൽ നിന്ന് പുറത്തിറങ്ങുന്ന വ്യക്തി അതിനെ നിരർത്ഥകമാക്കി കളയുന്നു എന്ന കാരണത്താൽ അയാളുടെ ഇഅ്തികാഫ് ബാത്തിലാകും എന്നാണ്. അതുകൊണ്ട് ഇഅ്തികാഫ് ഇരിക്കുന്ന അതിനുവേണ്ടി ഉദ്ദേശിക്കുന്ന വ്യക്തികൾ മനസ്സിലാക്കേണ്ട കാര്യം ഇപ്രകാരം കാര്യമില്ലാതെ കാരണമില്ലാതെ പള്ളികളിൽ നിന്ന് പുറത്തിറങ്ങുക എന്നത് അയാൾക്ക് അനുവദനീയമല്ല. അത് അയാളുടെ ഇഅ്തികാഫ് ബാത്തിലാക്കി കളയാൻ കാരണമാകും എന്നാണ്. ഏഴാമത്തെ കാര്യം വയുക്റഹു ലിൽ മുഅ്തകിഫി അൻ യഖ്റുജ ലിസലാത്തിൽ ജനാസ വഇയാദത്തിൽ മരീദ്. ഇഅ്തികാഫ് ഇരിക്കുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ജനാസ നമസ്കാരത്തിന് വേണ്ടിയോ രോഗിയെ സന്ദർശിക്കാനോ ഒക്കെ പുറപ്പെടുക എന്നത് കറാഹത്താക്കപ്പെട്ട കാര്യമാണ്, വെറുക്കപ്പെട്ട കാര്യമാണ്. അയാള് അതിന് പുറപ്പെടേണ്ട ആവശ്യമില്ല എന്നാണ്. മഹദിയായ ആയിഷ റളിയല്ലാഹു തആല അൻഹ പറയുന്നുണ്ട്, ഇൻ കുൻതു ലഅദ്ഖുലുൽ ബൈത ലിൽ ഹാജതി വൽ മരീദ് ഫീഹി ഫമാ അസ്അലു അൻഹു ഇല്ലാ വഅന മാറത്തുൻ. അഥവാ ഞാൻ പള്ളിയിൽ ഇഅ്തികാഫ് ഇരിക്കുന്ന വേളയിൽ വീട്ടിലേക്ക് ആവശ്യ നിർവഹണത്തിന് വേണ്ടി വന്നാൽ അവിടെ രോഗിയുണ്ട് എങ്കിലും അവരെ ഞാൻ പരിചരിച്ചിരുന്നത് നടക്കുന്ന വേളയിലായിരുന്നു. അഥവാ അവർക്ക് വേണ്ടി അവിടെ നിന്ന് സമയം കളയാറുണ്ടായിരുന്നില്ല. കാരണം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ലാ യദ്ഖുലുൽ ബൈത ഇല്ലാ ലിഹാജത്തിൻ ഇദാ കാനു മുഅ്തകിഫീൻ, ഇഅ്തികാഫ് ഇരിക്കുന്ന വേളയിൽ ഈ രീതിയിലായിരുന്നു, അത്യാവശ്യ ഘട്ടങ്ങൾക്ക് വേണ്ടി മാത്രമായിരുന്നു വീട്ടിലേക്ക് പ്രവേശിച്ചിരുന്നത്. അതല്ലാത്ത ആവശ്യങ്ങൾക്ക്, രോഗിയെ സന്ദർശിക്കാനാകട്ടെ മറ്റുള്ള കാര്യങ്ങൾക്കാകട്ടെ ഒന്നും പ്രവാചകൻ വീട്ടിലേക്ക് പ്രവേശിക്കാറുണ്ടായിരുന്നില്ല. അതുകൊണ്ട് രോഗികളെ പരിചരിക്കുന്നത് പോലും ഞാൻ നടന്നുകൊണ്ടായിരുന്നു. അഥവാ ഇങ്ങനെ നടന്നു പോരുന്ന ആ ഒരു സന്ദർശനം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, അതിനുവേണ്ടി ഞാൻ അവിടെ തങ്ങാറുണ്ടായിരുന്നില്ല എന്നാണ്. ആയിഷ റളിയല്ലാഹു തആല അൻഹ തന്നെ ഉദ്ധരിക്കുന്ന മറ്റൊരു ഹദീസിൽ കാണാം, അസ്സുന്നത്തു അലൽ മുഅ്തകിഫ് അല്ലാ യഊദ മരീദൻ. അഥവാ ഇഅ്തികാഫ് ഇരിക്കുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അയാൾ രോഗിയെ സന്ദർശിക്കാതിരിക്കലാണ് ഉത്തമം. വലാ യശ്ഹദു ജനാസതൻ, ജനാസയിൽ പങ്കെടുക്കാതിരിക്കലുമാണ് ഉത്തമം. വലാ യമസ്സ ഇംറഅതൻ വലാ യുബാശിറുഹാ, അയാൾ സ്ത്രീകളുമായി സമ്പർക്കം പുലർത്താതിരിക്കട്ടെ. വലാ യഖ്റുജ ലിഹാജത്തിൻ ഇല്ലാ ലിമാ ലാ ബുദ്ദ മിൻഹു, അത്യാവശ്യ ഘട്ടങ്ങളിലല്ലാതെ അയാളുടെ ആവശ്യ നിർവഹണത്തിന് വേണ്ടി മാത്രം അയാൾ പുറത്തിറങ്ങിക്കൊള്ളട്ടെ. അപ്പോൾ ആ വക കാര്യങ്ങൾ ഈ വിഷയത്തിൽ ശ്രദ്ധിക്കേണ്ടതുണ്ട്. എട്ടാമത്തെ കാര്യം വയുസ്തഹബ്ബു ലിൽ മുഅ്തകിഫി അത്തശാഗുലു ഖദറ അൽ-ഇസ്തിതാഅതി ലൈലൻ വനഹാറ, രാവും പകലും കഴിവിന്റെ പരമാവധി ആരാധനകൾക്ക് വേണ്ടി അയാൾ തയ്യാറായിക്കൊള്ളട്ടെ, അതിനുവേണ്ടി വ്യാപൃതമായിക്കൊള്ളട്ടെ. അത് അയാൾക്ക് സുന്നത്തായ കാര്യമാണ്. അത് ബിസ്വലാത്തി, നമസ്കാരമായിക്കൊണ്ടും വതിലാവത്തുൽ ഖുർആൻ, വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്തുകൊണ്ടും
ദിക്റുകളിലും ഇസ്തിഗ്ഫാറുകളിലും പാപമോചന തേട്ടങ്ങളിലും ഒക്കെ മുഴുകിക്കൊണ്ടും വിശുദ്ധ ഖുർആനിന്റെ വചനങ്ങൾ ഉറ്റാലോചിച്ചുകൊണ്ടും അള്ളാഹുവിനെ കുറിച്ച് ആലോചിച്ചുകൊണ്ടും ചിന്തിച്ചുകൊണ്ടും ഒക്കെ അയാൾ ആരാധനകളിലായിക്കൊണ്ട് വ്യാപൃതമായിക്കൊള്ളട്ടെ. അതിനുവേണ്ടി അയാൾ സമയം ചിലവഴിച്ചു കൊള്ളട്ടെ. അഥവാ ഇത്രയും വലിയൊരു ആരാധന നമുക്ക് പഠിപ്പിച്ചു തന്ന, നമ്മിലേക്ക് എത്തിച്ചു തന്ന അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പേരിലും ധാരാളം സ്വലാത്തുകൾ അവൻ അർപ്പിച്ചു കൊള്ളട്ടെ. അതിനുവേണ്ടിയും അവൻ അവന്റെ സമയം ചിലവഴിച്ചു കൊള്ളട്ടെ. പള്ളിയിൽ ഇഅ്തികാഫിരിക്കുമ്പോൾ ഈ വക കാര്യങ്ങളിലാണ് അവൻ ശ്രദ്ധ ചെലുത്തേണ്ടത്. അതിനുവേണ്ടിയാണ് അവൻ പള്ളിയിൽ വന്നിരിക്കുന്നത് എന്ന ബോധം അവൻക്കുണ്ടായിരിക്കണം എന്നാണ്. 9ാമത്തെ കാര്യം വലിൽ മുഅ്തഖിഫി അൻ യൽബസ മാ ശാഅ മിനൽ മുബാഹാത്ത് വ അൻ യതതയ്യബ വ യതസയ്യന വ യുറജ്ജില ശഅറഹു വ യദ്ദഹൻ. അഥവാ പള്ളിയിൽ ഇഅ്തികാഫിരിക്കുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അയാൾ നല്ല വസ്ത്രം ധരിക്കുകയും അയാൾക്ക് അനുവദിക്കപ്പെട്ട ഏത് വസ്ത്രമാണെങ്കിലും ധരിക്കാം, ആ രീതിയിൽ നല്ല വസ്ത്രം ധരിക്കുകയും നല്ല രീതിയിൽ സുഗന്ധദ്രവ്യങ്ങൾ ഉപയോഗിച്ച് മുടി ചീകി വൃത്തിയായി കൊണ്ടായിരിക്കണം പള്ളിയിൽ ഇരിക്കേണ്ടത്. അതല്ലാതെ മുഷിഞ്ഞുകൊണ്ടും വിയർത്തുകൊണ്ടും മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന രീതിയിൽ പള്ളിയിൽ ഇഅ്തികാഫിരിക്കാവുന്നതല്ല. അതും ഇഅ്തികാഫിരിക്കുന്ന വ്യക്തികൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. 10ാമത്തെ കാര്യം വയുക്റഹു ലിൽ മുഅ്തഖിഫി അല്ലാ യൻശഗില ബിമാ ലാ യഅനീഹി മിനൽ അഖ്വാലി വൽ അഅമാൽ ഔ അല്ലാ യക്സിറ മിനൽ കലാം. കഴിവിന്റെ പരമാവധി മറ്റുള്ളവരുമായി ഇങ്ങനെ സംസാരിച്ചിരുന്ന് സമയം കളയാതെ ഇഅ്തികാഫിരിക്കുന്ന വ്യക്തികൾ ആരാധനകളിൽ മുഴുകുവാനും അനാവശ്യമായുള്ള സംസാരങ്ങളും പ്രവൃത്തികളും ഒഴിവാക്കുവാനും അവൻ ശ്രദ്ധിക്കേണ്ടതുണ്ട്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം നാം ശ്രദ്ധയിൽ വെക്കണം. മിൻ ഹുസ്നി ഇസ്ലാമിൽ മർഇ, അഥവാ ഒരു മുസ്ലിമിന്റെ അവന്റെ ഇസ്ലാമിന്റെ ഏറ്റവും സൗന്ദര്യമുള്ള ഭാഗത്തിൽപ്പെട്ടതാണ് തർക്കുഹു മാ ലാ യഅനീഹി, തനിക്ക് ആവശ്യമില്ലാത്തത് ഒഴിവാക്കുക എന്നത്. ആവശ്യമില്ലാത്ത കാര്യത്തിൽ പോയി തലയിട്ട് കൊടുക്കുക എന്നത് വിശ്വാസികളുടെ സ്വഭാവമല്ല. സംസാരിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുമ്പോൾ തനിക്ക് ആവശ്യമുള്ളതാണ്, താൻ അതിൽ തലയിട്ടാൽ അതിൽ ഖൈറുണ്ട്, അല്ലെങ്കിൽ ഞാൻ അതിൽ ഇടപെട്ടാൽ അതിൽ നന്മയുണ്ട് എന്നുണ്ടെങ്കിൽ മാത്രമേ അതിൽ ഇടപെടുകയുള്ളൂ, അല്ലെങ്കിൽ അതിൽ അയാൾ സംസാരിക്കുകയുള്ളൂ എന്നൊരു തീരുമാനം നമ്മൾ എടുക്കേണ്ടതുണ്ട്. അത് വിശ്വാസിയുടെ അടയാളമാണ് എന്ന് നാം മനസ്സിലാക്കുക. അത് ഇത്തരത്തിൽ ഇഅ്തികാഫിരിക്കുന്ന വേളയിൽ, ജനങ്ങൾ കൂടുന്ന വേളയിൽ, ഒരുപാട് ആളുകൾ ഉണ്ടാകുമ്പോൾ അങ്ങനെ പോയി സംസാരിച്ചിരുന്ന സമയം കളയുക എന്നത് വിശ്വാസിക്ക് യോജിച്ച കാര്യമല്ല. ലക്ഷ്യം മറന്നുകൊണ്ട്, എന്തിനാണോ പള്ളിയിൽ വന്നത് ആ കാര്യം മറന്നുകൊണ്ട് അങ്ങനെ സംസാരിച്ചിരിക്കുക എന്നത് തീർത്തും അബദ്ധമാണ് എന്ന് മനസ്സിലാക്കുക. 11ാമത്തെ കാര്യം വയുക്റഹു ലിൽ മുഅ്തഖിഫി റഫ്ഉ സൗത്ത് ബിൽ ഖിറാഅത്തി വദ്ദിക്ർ വൽ കലാം ഹത്താ ലാ യുഅ്ദി ഗൈറഹു വയവശ്വിശ അലൈഹി. അഥവാ മറ്റുള്ളവർക്ക് പ്രയാസമുണ്ടാക്കുന്ന രീതിയിൽ, അവർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന രീതിയിൽ, അവരുടെ ആരാധനകൾക്ക് ഭംഗം വരുത്തുന്ന രീതിയിൽ ഉച്ചത്തിൽ ഖിറാഅത്ത് നടത്തുകയോ ഖുർആൻ ഓതുകയോ അല്ലെങ്കിൽ ഉച്ചത്തിൽ ദിക്റുകൾ ചൊല്ലുകയോ അല്ലെങ്കിൽ പ്രാർത്ഥിക്കുകയോ അതുമല്ലെങ്കിൽ ഉച്ചത്തിൽ സംസാരിക്കുകയോ ഒക്കെ ചെയ്താൽ അത് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന കാര്യമാണ്. അത് ഇഅ്തികാഫിരിക്കുന്ന വ്യക്തികൾക്ക് വെറുക്കപ്പെട്ടതാണ്, കറാഹത്താണ് എന്ന് പണ്ഡിതന്മാർ പറയുന്നു. അപ്പോൾ പള്ളിയിൽ വന്ന് നമസ്കരിക്കുന്ന ആളുകൾക്ക് പ്രയാസമുണ്ടാക്കുന്ന, അവരുടെ ആരാധനകൾക്ക് ഭംഗം വരുത്തുന്ന രീതിയിൽ ഖുർആൻ പാരായണം ചെയ്യുകയോ ദിക്ർ ദുആകളിൽ ഏർപ്പെടുകയോ പോലും ചെയ്യരുത് എന്നാണ്. അഥവാ അവർക്ക് പ്രയാസം ഉണ്ടാക്കുന്ന രീതിയിൽ ശബ്ദത്തിൽ ഈ വക കാര്യങ്ങൾ പോലും ചെയ്യാൻ പാടില്ല. അപ്പോ പിന്നെ സംസാരം ഏതായാലും പറ്റില്ല എന്നും നമുക്ക് മനസ്സിലാക്കാം. ഒരിക്കൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇഅ്തികാഫിരിക്കുന്ന വേളയിൽ ഫസമിഅഹും യജ്ഹറൂന ബിൽ ഖിറാഅ, അഥവാ തൊട്ടപ്പുറത്ത് കുറച്ച് ആളുകൾ ഉച്ചത്തിൽ ഖുർആൻ പാരായണം ചെയ്യുന്നത് കേൾക്കുകയുണ്ടായി. അപ്പോൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവരോട് പറഞ്ഞു, അല ഇന്ന കുല്ലക്കും മുനാജിൻ റബ്ബഹു, നിങ്ങൾ മനസ്സിലാക്കണം, നിങ്ങൾ എല്ലാവരും അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് മുനാജാത്ത് നടത്തുകയാണ്, സംസാരിക്കുകയാണ്. അഥവാ നിങ്ങളുടെ റബ്ബിനോട് നിങ്ങൾ സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് ഫലാ യുദീന ബഅ്ദുകും ബഅ്ദ, നിങ്ങൾ പരസ്പരം മറ്റുള്ളവർക്ക് പ്രയാസമുണ്ടാക്കരുത്, ഉച്ചത്തിൽ സംസാരിക്കരുത്, ഉച്ചത്തിൽ ഖിറാഅത്ത് നടത്തരുത്. വലാ യർഫഅ ബഅ്ദുകും അലാ ബഅ്ദിൻ ഫിൽ ഖിറാഅ, ഖിറാഅത്ത് നടത്തുമ്പോൾ പോലും
ഉച്ചത്തിൽ നിങ്ങൾ ഖിറാഅത്ത് നടത്തരുത്, പതിയെ ഖിറാഅത്ത് നടത്തുക. ഔ ഖാല ഫിസ്സലാ, അത് നമസ്കാരത്തിലാണെങ്കിലും ആ രീതിയിൽ തന്നെ മറ്റുള്ളവർക്ക് പ്രയാസമുണ്ടാക്കുന്ന രീതിയിൽ ഉച്ചത്തിൽ ദിക്റുകൾ ചൊല്ലേണ്ടതില്ല എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞതായി കാണുവാൻ സാധിക്കും. അപ്പോൾ നമസ്കാരത്തിലാണെങ്കിലും ദിക്റുകൾ ദുആകൾ നടത്തുകയാണെങ്കിലും വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യുകയാണെങ്കിലും മറ്റുള്ളവർക്ക് പ്രയാസമുണ്ടാക്കുന്ന രീതിയിൽ ഉച്ചത്തിലാകാതിരിക്കുവാൻ നാം ശ്രദ്ധിക്കേണ്ടതുണ്ട്. അത് ഇഅ്തികാഫിരിക്കുന്ന വേളയിൽ പ്രത്യേകിച്ചും നാം ശ്രദ്ധിക്കേണ്ടതുണ്ട്. 12ാമത്തെ കാര്യം, വയംബഗി അലൽ മുഅ്തകിഫി അൻ യഹ്രിസ അലാ നദാഫത്തിൽ മസ്ജിദ്, അഥവാ പള്ളി വൃത്തിയാക്കുക എന്ന വിഷയത്തിൽ ഇഅ്തികാഫിരിക്കുന്ന വ്യക്തികൾക്ക് പ്രത്യേകം ശ്രദ്ധയുണ്ടായിരിക്കണം. പള്ളികൾ വൃത്തികേടാക്കുകയോ അല്ലെങ്കിൽ പള്ളിയുടെ സൗന്ദര്യത്തിനെ അഭംഗി വരുത്തുന്ന രീതിയിലുള്ള കാര്യങ്ങൾ ചെയ്യുകയോ ചെയ്യാൻ പാടില്ല. അത് ശുദ്ധിയാക്കുവാനും വൃത്തിയാക്കുവാനും എപ്പോഴും ഇഅ്തികാഫിരിക്കുന്ന വ്യക്തികളും അതിൽ പങ്കാളികളാകേണ്ടതുണ്ട്. തന്റെ സഹോദരങ്ങൾ ആ വക കാര്യങ്ങൾ ചെയ്യുമ്പോൾ അവരെ ആ വിഷയത്തിൽ സഹായിക്കുകയും ചെയ്യേണ്ടതുണ്ട്. അവർക്ക് ആവശ്യമുള്ള കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുത്ത് അതിലൊരു സഹകരണ മനോഭാവം ഉണ്ടാക്കിയെടുക്കലും അങ്ങനെ അതിനുവേണ്ടി തയ്യാറാവുകയും ചെയ്യുക എന്നത് ഇഅ്തികാഫിരിക്കുന്ന ആളുകൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. കേവലം അത് മറ്റുള്ള പണിക്കാരെ ഏൽപ്പിച്ച് ഒഴിവാക്കുന്നതിലപ്പുറം അതൊരു ഇബാദത്താണ് എന്ന ബോധ്യത്തോടു കൂടി അതിനും സമയം ചിലവഴിക്കുവാൻ ഇഅ്തികാഫിരിക്കുന്ന ആളുകൾ ശ്രദ്ധിക്കണം എന്നുകൂടി നാം മനസ്സിലാക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ വക കാര്യങ്ങൾ ജീവിതത്തിൽ ശ്രദ്ധിക്കുവാനും ഇഅ്തികാഫ് എന്ന ആരാധന അതിന്റെ മൂല്യത്തോടുകൂടി നിർവഹിക്കുവാനും നമുക്കെല്ലാം തൗഫീഖ് നൽകുമാറാകട്ടെ. اللهم ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. وصلى الله وسلم على نبينا محمد. السلام عليكم ورحمة الله وبركاته.